കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗൗരിയുടെ ശങ്കറിന്റെ ഒക്കെ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന ശങ്കർ രാവിലെ ഒരുങ്ങുവാണ്. ഈ സമയത്ത് ഗൗരി അങ്ങോട്ട് വന്നു. ഗൗരി വന്നിട്ട് ചോദിച്ചു, അല്ല ശങ്കർ ഇത് എങ്ങോട്ടേലും പോകാൻ റെഡിയാകുവാണെന്ന് ചോദിക്കുക. അതെ, പോകാൻ റെഡിയാവണം. എങ്ങോട്ടാ പോണേ? ഓഹോ, ഇപ്പൊ നീ ഒരു ഭാര്യനെ പോലെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയല്ലോ. ഒരു ഭർത്താവിന്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ തുടങ്ങില്ല. എങ്ങോട്ടാ ഞാൻ പോണേ, എവിടെയാ പോന്നേ, എങ്ങോട്ട് പോന്നു വരുന്നൊക്കെ. അതെ, ഞാൻ പുറത്തു വരെ പോവാന്ന് പറയാം. എന്നാലും എങ്ങോട്ടാ പോണേന്ന് പറ, ഒരു സ്ഥലപ്പേരില്ലേന്ന് ചോദിക്കുക. പോന്നേ. അതെ, ഇന്ന് ഞാൻ പുറത്തുനിന്നാ ഫുഡ് കഴിക്കുന്ന പറയാ. ഞാനും കാണും, എനിക്ക് വേണ്ടപ്പെട്ട ഒരാളും കൂടെ കാണുന്ന പറയാ. അതാരാ വേണ്ടപ്പെട്ട ഒരാള്? അതൊക്കെ ഉണ്ട്, അതൊക്കെ സസ്പെൻസ് പറയാ. കാണാൻ ഭയങ്കര സുന്ദരിയാന്ന് പറയാണ്. ഗൗരിയുടെ മുഖം അങ്ങോട്ട് മാറി. ഗൗരി പറഞ്ഞു, എന്നാലും അവൾക്ക് പേരില്ലേന്ന് ചോദിക്കുകയാണ്. അത്ര സുന്ദരിയായിട്ടുള്ള ആരുടെ കൂടെയാ ശങ്കർ പോകുന്നതെന്ന് ചോദിക്കുകയാണ്. അവളെ ഒന്ന് കാണണം എൻ്റെ ഗൗരിയെ. ഒന്ന് കണ്ട് ആരും വീണ്ടും ഒന്നുകൂടെ നോക്കിപ്പോ. നല്ല വിടർന്ന കണ്ണുകള്, നല്ല വട്ട മുഖം, നല്ല സുന്ദരിയാന്ന് പറയാണ്. ഗൗരിയുടെ മുഖം മാറി. ഗൗരി പറഞ്ഞു, ആരോ ഒരാളുണ്ട് ശങ്കറിന്, അതുകൊണ്ട് ആ ശങ്കർ ആ കൂടെ പോകുക. അപ്പൊ തന്നെ വേണ്ട. ആ ഒരു ചിന്ത പെട്ടെന്ന് ഗൗരിയുടെ ഉള്ളിലുണ്ടായി. ഗൗരിയുടെ മുഖം മാറുന്ന കണ്ടപ്പോഴത്തേന് ശങ്കർ പറഞ്ഞു, അതെ അവളുടെ പേരറിയണ്ടെന്ന് ചോദിക്കും ഗൗരിക്ക്. അതേ ശങ്കർ മഹാദേവന്റെ ഭാര്യയാന്ന് പറയാണ്. ഒരു നിമിഷം ഗൗരി എന്ന് ഞെട്ടി. ഞാനോന്ന് ചോദിക്കണം. പിന്നല്ലാതെ, എന്റെ ഗൗരിക്കുട്ടി സുന്ദരിയല്ലേന്ന് വിളിച്ച് ഗൗരിനെ ചേർത്ത് പിടിക്കുകയാണ്. അതെ, ഇന്ന് നമ്മൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ പോകുന്നത്. പുറത്തുനിന്ന് ഫുഡ് കഴിക്കാനോ? അതെന്താ? അതൊക്കെ ഉണ്ട്, എൻ്റെ കൂടെ വന്നാൽ മതി എന്ന് പറയാം. അപ്പൊ ഇവിടെയോ? ഇവിടുത്തെ കാര്യങ്ങളെ കുറിച്ച് ഒന്നും ചിന്തിക്കണ്ട. ഞാൻ വിളിച്ച നീ എൻ്റെ ഒപ്പം വരില്ലെന്ന് ചോദിക്കുകയാണ്. വരും, പക്ഷേ ഒരു പക്ഷേയില്ല. പെട്ടെന്ന് റെഡി ആയിട്ട് വന്നേ, നമുക്ക് പോകാന്ന് പറയണം. അപ്പൊ ശങ്കർ അങ്ങ് മാറിക്കഴിഞ്ഞപ്പോഴത്തേനും ഗൗരി ഓർക്കുക, ഇനിയിപ്പൊ ശങ്കറിന്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടാവുമോ? അതെങ്ങനെ കണ്ടുപിടിക്കും? അതൊരിക്കലും ഗൗരിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല. പിന്നീട് കാണിക്കുന്ന ഗൗരിനെയും കൂട്ടി ശങ്കർ താഴേക്ക് ഇറങ്ങി വരുമായിരുന്നു. ഈ സമയത്താണ് അവിടെ തങ്കച്ചി നിൽക്കുന്നുണ്ട്. തങ്കച്ചി ഗൗരിനെ കണ്ടപ്പോ വെച്ചു, അല്ല എങ്ങോട്ടാടി രാവിലെ ഒരുങ്ങി കെട്ടി പോണേന്ന് ചോദിക്കുകയാണ്. ശങ്കറിന് അത് ഇഷ്ടപ്പെട്ടില്ല. ശങ്കർ ഒന്ന് ചോദിച്ചിട്ട്, അമ്മ എന്താ വർത്താനം പറയണേ? ഒരു പേരുണ്ട് ഗൗരിക്ക്, ഗൗരിന്ന് വിളിച്ചാൽ മതി. അതിന് എടി വാടി പോടി എന്നൊക്കെയാണ് വിളിക്കണമെന്ന് ചോദിക്കും. ഓ, ഇനിയിപ്പൊ നിന്റെ ഭാര്യേനെ ഞാൻ മാടെന്ന് വിളിക്കണായിരിക്കും അല്ലേ? ഓ, ഗൗരിമാട എങ്ങോട്ടാണ് പോലും പോകുന്നതെന്ന് ചോദിക്കുകയാണ്. അല്ല അവളെ പോകുന്നുണ്ടെങ്കിൽ അത് എന്റെ കൂടെ അല്ലേ, പിന്നെ അമ്മയ്ക്ക് എന്താ അത്ര കുഴപ്പം? ഭർത്താവിന്റെ കൂടെ ഭാര്യ എങ്ങോട്ട് വേണമെങ്കിലും പോകും. അതിപ്പോ അമ്മയ്ക്ക് അന്വേഷിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുക. പിന്നെ ഞാൻ അറിയണ്ടേ, ഈ വീട്ടില് കുറെ പണികൾ കിടപ്പുണ്ട്. അതിന്റെ ഇടയ്ക്ക് ഇവള് തുള്ളിക്കളിച്ച് പോകുമ്പം ഞാൻ അറിയണ്ടേ ഇവളെ എങ്ങോട്ടാ പോണേന്ന്? അതെ, ഞങ്ങളൊന്ന് പുറത്തു വരെ പോവാ, പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിക്കാൻ പോവാന്ന് പറയും. ഓഹോ, അപ്പൊ അങ്ങനെ ചുറ്റിക്കറങ്ങാനുള്ള പരിപാടിയല്ലേ? അത് ഈ വീട്ടിൽ നടക്കില്ല. പോണെങ്കിൽ വൈകുന്നേരം പൊക്കോണം, ഈ വീട്ടിലെ ജോലികളെല്ലാം തീർത്തിട്ട്. അല്ലാതെ അതിന് മുമ്പ് തുള്ളിച്ചാടി പോകാനൊന്നും ഞാൻ സമ്മതിക്കില്ല എന്ന് പറയാം. അത് അമ്മയുടെ സമ്മതം എന്തിനു വേണം? ഭർത്താവായി ഞാനല്ലേ കൂടെയുള്ളേ, അവൾ എൻ്റെ കൂടെയാ വരുന്നേ. എനിക്കറിയാം അവളെ കൊണ്ടായിരുന്നു പറയണ. ഗൗരി നീ അകത്ത് കയറിപ്പോ, ഇവൻ പറയുന്നൊന്നും അനുസരിക്കില്ലെന്ന് പറയാം. ഗൗരിയോട് ശങ്കർ പറഞ്ഞു, ഗൗരി അമ്മ ഇങ്ങനെയൊക്കെ പറയും, അതൊന്നും നീ മൈൻഡ് ആക്കണ്ട, നീ വാടി ഗൗരി എന്ന് പറഞ്ഞിട്ട് ഗൗരി എന്ന് പറഞ്ഞിട്ട് ഗൗരിയുടെ കൈ പിടിച്ച് ശങ്കർ അങ്ങോട്ട് പോവാണ്. തങ്കച്ചിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. തങ്കച്ചി ഇങ്ങനെ ഇടിമിന്നലേറ്റപോലെ നിൽക്കുമ്പോഴത്തേനും മഹാദേവൻ അങ്ങോട്ട് വരുന്നേ. മഹാദേവനോട് പറയാം, കേട്ടില്ലേ അവൻ പറഞ്ഞിട്ട് പോയത്, അവന്റെ ഭാര്യയും കൊണ്ട് അവൻ എവിടെ വേണേലും പോകുന്നു, നമ്മളാരും ചോദിക്കാൻ ചെല്ലണ്ടാന്ന്. ഉണ്ടല്ലോ, അവൻ എല്ലാത്തിനും കാരണക്കാരെന്ന് പറയാ. അല്ല നീ എന്തിനാ നമ്മുടെ മോനെ കുറ്റം പറയുന്നേ? അവളെ കുറ്റം പറഞ്ഞാൽ പോരെ? നമ്മുടെ ശത്രു ആരാ ഇവിടെ? അവളല്ലേ. അവളെയാണ് നമ്മൾ ആദ്യം വീട്ടിൽ നിന്ന് പുറത്താക്കണ്ടേ. അതിനുള്ള പദ്ധതികളാ തയ്യാറാക്കണ്ടേ. അല്ലാതെ നമ്മുടെ മോൻ എന്ത് തെറ്റ് ചെയ്തു? അവളെ ജീവിതത്തിലേക്ക് വന്നേ പിന്നെയല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്ന് ചോദിക്കുക. എന്നാലും അവളെ എങ്ങനെ പുറത്താക്കണമെന്ന് ചോദിക്കുകയാണ്. എന്റെ തങ്കച്ചി, നിനക്കെതിരായിട്ടൊന്ന് മനസ്സിലായിട്ട്, ഞങ്ങൾ രാഷ്ട്രീയക്കാരുടെ ഒരു തന്ത്രമുണ്ട്. നമുക്ക് എന്തേലും കാര്യങ്ങൾ ആക്കണമെങ്കിൽ നമ്മുടെ ആവശ്യമാണ്, നമ്മളത് ചെയ്യില്ല. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ജനങ്ങളെ കൊണ്ട് പറയിക്കും, ജനങ്ങളിലേക്ക് ഇട്ടു കൊടുക്കും. അത് ജനങ്ങൾ അത് സംസാരിച്ച് എന്ത് ചെയ്യും? ജനങ്ങളുടെ ആവശ്യമാക്കി മാറ്റും. അവരുടെ വിചാരം പിന്നെ അത് അവരുടെ ആവശ്യമെന്നുള്ള, അങ്ങനെ അവരത് നടപ്പാക്കാൻ വേണ്ടി കിടന്ന് പ്രയത്നിച്ചു. അവരാ കാര്യം സാധിക്കും. ആ കാര്യം സാധിക്കും ശരിക്കും അവർക്ക് വേണ്ടിയിട്ടായിരിക്കില്ല, നമുക്ക് വേണ്ടിയായിരിക്കും. പക്ഷെ അവരുടെ വിചാരം എന്താ? അവര് പറഞ്ഞുകൊണ്ട് ആ കാര്യം സാധിച്ചു കിട്ടിയത്. അങ്ങനെ ഒരു ചിന്താഗതി ആയിരിക്കും അവരുടെ ഉള്ളിലുണ്ടാകുന്നത്. പക്ഷെ അതിന് ഗുണം കിട്ടുന്ന ആർക്കാ? നമുക്കല്ലേ കിട്ടത്തുള്ളൂ. അതാണ് ഈ രാഷ്ട്രീയക്കാരുടെ ഒരു തന്ത്രം. ആ തന്ത്രം നമ്മൾ ഇവിടെ പ്രയോഗിക്കും എന്ന് പറയാം. അല്ല നിങ്ങളിത് എന്ത് പ്രയോഗിക്കാനാ ഇവിടെ? അവളെ ഇല്ലാതാക്കണം എന്ന് നമ്മുടെ ആവശ്യമല്ലേ? ഇത് നമ്മൾ ശങ്കറിനെ കൊണ്ട് അങ്ങ് നടപ്പിലാക്കും. ഇപ്പൊ ശങ്കറിനെ കൊണ്ട് നടപ്പിലാക്കാൻ പറ്റുമോ? അവളും അവന് അത്രയ്ക്ക് സ്നേഹത്തിലാന്ന് പറയാം. അതിപ്പോഴല്ലേ. ആ സ്നേഹമൊക്കെ ഇല്ലാതാക്കാൻ എനിക്കറിയാം. അങ്ങനെ അത് ശങ്കറിന്റെ ആവശ്യമായിട്ട് തീരും. അവസാനം അവളെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വരണ്ടേ. അതുകൊണ്ട് ഗുണം കിട്ടാൻ നമുക്കോ എന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പം
ഭയങ്കര സന്തോഷമായിപ്പോയി തങ്കച്ചിക്ക്. പിന്നീട് കാണിക്കുന്ന ആദർശ് ഇങ്ങനെ പഠിക്കാനും പുസ്തകമൊക്കെ എടുത്തുകൊണ്ട് പുറത്ത് ആ പൂന്തോട്ടത്തിന്റെ അവിടെ വന്ന് ഇരിക്കുമായിരുന്നു. പക്ഷെ എന്നാലും ആദർശിന് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വേണി ഒരു ഗ്ലാസ്സിനകത്ത് ജ്യൂസൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വരുക. ആദർശേട്ടാ പഠിച്ചു മടുത്തില്ലേ, ഈ ജ്യൂസ് അങ്ങോട്ട് കുടിക്കാൻ പറയാണ്. ആദർശ് മേടിച്ച് കുറച്ച് ജ്യൂസ് ഇച്ചിരി അങ്ങോട്ട് കുടിച്ചു. അല്ല ആദർശൻ എന്താ എപ്പം നോക്കിയൊരു ആലോചന മാത്രമാണല്ലോ എന്ന് പറയാണ്. ഒന്നുമില്ല വേണി, ഞാനിങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചോണ്ടിരുന്നാന്ന് പറയണേ. അതെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വേറെ ചിന്തകളൊന്നും വേണ്ട കേട്ടോ, മര്യാദയ്ക്ക് ഇരുന്ന് പഠിക്കാൻ നോക്കുന്നു പറഞ്ഞോണ്ട് വേണി ആ കസാരിലേക്ക് ഓപ്പോസിറ്റ് വന്നിരിക്കുവാണ്. എങ്ങനെയുണ്ട് ജ്യൂസ് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കും. ജ്യൂസ് ഇഷ്ടപ്പെട്ടെന്ന് പറയാം. അയ്യോ ഇപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തേന്ന് പറയാണ്. എന്താ വേണി എന്താന്ന് ചോദിക്കണം. ഇന്ന് ആ ദിവസം വന്നു പറയും. ഏത് ദിവസം? അല്ല എന്റെ കൂട്ടുകാരുടെ കാര്യം ഓർത്തപ്പോ ഞാൻ പെട്ടെന്ന് ആ കാര്യത്തെക്കുറിച്ച് ഓർമ്മ വന്നാ. അല്ല നിന്റെ കൂട്ടുകാരിക്ക് എന്ത് പറ്റി? എന്ത് ചെയ്യാനാന്ന് പറ, എന്റെ കൂട്ടുകാരുടെ കല്യാണം കഴിഞ്ഞു. ഒരു ചുള്ളം ചെക്കനൊക്കെ ആയിരുന്നു കാര്യം പറഞ്ഞ. പക്ഷെ എന്ത് ചെയ്യാനാ, അവൻ അവളെ നൈസ് ചതിക്കുമായിരുന്നു പറയും. ചതിക്കും എന്തിനാ? അവന് വേറെ ബന്ധം ഉണ്ടായിരുന്നു, ഈ അവിഹിത ബന്ധം എന്ന് അറിയില്ലേ, അതുണ്ടായിരുന്നു. അവിഹിത ബന്ധം? നീ എന്തൊക്കെയാ വേണി പറഞ്ഞത്? അതേന്നേ അവനുണ്ടായിരുന്നു. എന്നിട്ട് അവൻ പറഞ്ഞു ഫ്രണ്ടാന്നൊക്കെ പറഞ്ഞോണ്ടിരുന്ന. അതൊക്കെ നിനക്ക് പെട്ടെന്ന് തോന്നുന്നായിരിക്കും വേണി, അത് ഫ്രണ്ട് തന്നെ ആയിരിക്കും, അല്ലാതെ അങ്ങനെ ആരും ചതിക്കുമെന്ന് ചോദിക്കുകയാണ്. അല്ലെന്നേ, പിന്നെ നിനക്ക് എങ്ങനെയാ മനസ്സിലായത്? അവൾ ആ ബന്ധം കയ്യോടെ പൊക്കി. ഇത് കേട്ടതും ആദർശൊന്നും ഞെട്ടി. എന്നിട്ടിപ്പൊ എന്ത് ചെയ്യാനാന്ന് പറയാണ്. ദൈവമേ ഇവളെന്താ ഈ ഉദ്ദേശിച്ചുകൊണ്ട് വരുന്നേ? ഇനിയിപ്പോ തന്റെ കാര്യത്തെക്കുറിച്ച് എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൾ എന്തായിരിക്കും ചെയ്യാൻ പോകുന്നേ? അവർ തമ്മിൽ അങ്ങനെയൊന്നും ബന്ധമില്ല, വെറും ഫ്രണ്ട് മാത്രമായിരിക്കും. അവളെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തി കാണുമല്ലേ? അതെ അവളെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവന്. പക്ഷേ എങ്കിൽ പിന്നീട് കാര്യമുണ്ട്, എല്ലാം തകർന്നു പോയെന്ന് പറയണേ. അവരുടെ കുടുംബമേ തകർന്നു പോയെന്ന് പറയണേ. കുടുംബം തകർന്നു പോയെ അതെങ്ങനെ? അവനെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിച്ചില്ലേ, പിന്നെ എന്താ കുഴപ്പമെന്ന് ചോദിക്കണം. അവരുടെ ബന്ധം കയ്യോട് പൊക്കിയതോടുകൂടി അവൾ ആകെപ്പാടെ തകർന്നുപോയി. പിന്നീട് അവനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അവൻ ഒരു ഗ്ലാസ് ചായ കൊണ്ടേ കൊടുത്തോടുകൂടി പ്രശ്നങ്ങളെല്ലാം തീർന്നു പറയാം. അപ്പൊ അവൾ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് എല്ലാം സോൾവ് ആക്കിയില്ല, അവൾ മിടിക്കുകയായിരുന്നു പറയാം. അങ്ങനെ വേണം പെൺകുട്ടികളാണെങ്കിൽ എന്ന് ആദർശം. ശരിയാ, ആ ഒരു ചായ തീർന്ന എല്ലാ കാര്യങ്ങളും. അവളെ ചായ കുടിപ്പിച്ച വേറൊന്നിനും ആയിരുന്നില്ല, ആ ചായക്കകത്ത് അവൾ വിഷം കലക്കിയിട്ടുണ്ടായിരുന്നു. ആ ചായ കുടിച്ചതും അവളുടെ കാര്യം ഡിമ്മായി പോയെന്ന് പറയാണ്. ഇപ്പൊ അവൾക്ക് നല്ല സുഖവും സന്തോഷമാണെന്ന് പറയാം. ആദർശന്റെ കയ്യിലിരുന്ന ജ്യൂസ് ഗ്ലാസ് ഒന്ന് വിറച്ചു. ഒരു നിമിഷത്തേക്ക് ആ ജ്യൂസ് ഗ്ലാസ്സിനകത്തേക്ക് നോക്കി. എന്റെ ഭഗവാനെ, ഇപ്പോൾ ഇനി ഇതിനകത്ത് വല്ല വിഷവും കലക്കിയിട്ടുണ്ടോ? ഏണി പെട്ടെന്ന് പറഞ്ഞു. അത് പിന്നെ അങ്ങനെയല്ലേ വരുള്ളൂ, നമ്മളെ ചതിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അത് വെറുതെ വിടാൻ പറ്റുമോ? അത് സ്നേഹിച്ചുകൊണ്ടിരുന്നിട്ട് ഇങ്ങനത്തെയൊക്കെ പ്രവൃത്തി കാണിച്ചിട്ടുണ്ടെങ്കിലോ ഒരു കാരണവശാലും നമ്മൾ അവനെ വെറുതെ വിടില്ലേ. ഇല്ലേ ആദർശേട്ടാന്ന് പറയാണ്. ആദർശന് എന്തെങ്കിലും പറയാനുണ്ടോ? ആദർശന്റെ കിളി മാറിപ്പോയില്ലേ. പെട്ടെന്ന് വേണി പറഞ്ഞു. അന്നാ ഞാൻ അടുക്കളയിലേക്ക് ചെല്ലട്ടെ എന്നും പറഞ്ഞങ്ങ് പോവാണ്. ആദർശ് ഒരു നിമിഷം ജ്യൂസ് കുടിക്കണോ വേണ്ടേന്ന് ആലോചിച്ചു. വേണ്ടി ഇങ്ങനെ പോയിട്ട് ആദർശം തിരിഞ്ഞു വെക്കുക. അത്താപ്പ് എന്തോ കാര്യമായിട്ട് ആലോചനയാ, എന്തെങ്കിലും മനസ്സിലുണ്ട് ഇതോടുകൂടി തീർന്നോളും. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഡോസ് കൊടുത്തോണ്ടിരിക്കണം. വേണി ചിരിച്ചിട്ട് അങ്ങോട്ട് കയറി പോവാണ്. ആദർശ് ജ്യൂസാ നോക്കിയിട്ട് ജ്യൂസ് താഴേക്ക് വെച്ചു. വേണ്ട ഇനി കുടിക്കണ്ട, ഇപ്പോൾ ഇതിന് എന്തെങ്കിലും കലക്കിയിട്ടുണ്ടെങ്കിലോ, താനും രഞ്ജുവും തമ്മിലുള്ള ബന്ധം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല. പക്ഷെ രഞ്ജുവിന്റെ ഈ കോപ്രായങ്ങളെ കണ്ടെങ്ങാനും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെ തീർന്നു. അതോടുകൂടി തനിക്ക് ഇവിടെ ജ്യൂസിനകത്തോ ചായക്കകത്തോ വിഷം കലക്കി തരും. അത് ഓർത്തപ്പം ആദർശിന് നെഞ്ചിടി പേറി. പിന്നീട് കാണിക്കുന്ന ഗൗരീനെയും കൂട്ടിയിട്ട് തൃശ്ശൂർ ഏറ്റവും വലിയൊരു ഹോട്ടലിലേക്ക് ചെല്ലുവാണ് ശങ്കർ. പിന്നീട് ഗൗരി ഇതിവിടുത്തെ ഒരു പുതിയ ഹോട്ടൽ ഈ അടുത്ത് തുടങ്ങിയതോളൂ, നല്ല ഫുഡാന്ന് എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞെന്ന് പറയാം. ബാ ഗൗരി എന്നും പറഞ്ഞിട്ട് ഗൗരിനെ പിടിച്ച് അകത്തേക്ക് കയറണം. അപ്പം വെയിറ്റർ വന്നിട്ട് ചോദിച്ചു, ഇംഗ്ലീഷിലാണ് ചോദിക്കുന്നത്, എന്താ വേണ്ട സാർ, നിങ്ങൾക്ക് ഒരു ടേബിൾ വേണോ 2 ടേബിൾ വേണോ എന്നൊക്കെ ചോദിക്കണം. എത്ര ടേബിൾ വേണമെന്നാണ് ചോദിച്ചേ. പക്ഷെ ശങ്കറിന് മനസ്സിലായില്ല എന്നെ ഇംഗ്ലീഷ് സംസാരിച്ചതെന്ന്. ശങ്കർ ഇങ്ങനെ മിഴിഞ്ഞു നിൽക്കുമ്പോൾ ഗൗരി പറഞ്ഞു, ഒരു ടേബിൾ മതി, ഞങ്ങൾ 2 പേരേ ഉള്ളെന്ന് പറയണം. അല്ല അവൻ എന്തുട്ടാ പറഞ്ഞിട്ട് പോയത്? അല്ല ടേബിൾ എത്രണ്ണം വേണമെന്നാ ചോദിച്ചേ. അവന് കണ്ണ് കണ്ടുകൂടെ, നമ്മൾ 2 പേരിലേ ഉള്ളെന്ന് ചോദിക്കും. അതവർക്ക് എങ്ങനെയാ അറിയാവുന്നേ? ഇനി പുറകെ വേറെ ആരെങ്കിലും ഉണ്ടോന്ന് അവർക്ക് അറിയില്ലോ. അത് അവന് ചോദിച്ചെന്ന് പറയും. എന്നാലും അവന്റെ ഇംഗ്ലീഷ് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയാണ്. പിന്നീട് അവർ ടേബിളിൽ ഇരിക്കുക. ഈ സമയത്ത് വെയിറ്റർ വിൻഡേ വന്നിട്ട് ഇംഗ്ലീഷ് ചോദിക്കുക, എന്താ വേണ്ട നിൽക്കുക, മെനു എന്തൊക്കെയാണ്, കുറെ കാര്യങ്ങളുടെ പേരും കൂടെ പറയാം. ഇതെല്ലാം കേട്ടതിന് ശേഷം ശങ്കർ പറഞ്ഞു, അതെ ഈ മെനു കാർഡൊന്നും വേണ്ട, നിനക്ക് മലയാളം പറയാൻ അറിയത്തില്ലെന്ന് ചോദിക്കും. അറിയാം സാർ, മലയാളം അറിയാം. എന്നാ പിന്നെ നീ തൃശ്ശൂരുകാരനാണോ? അതെ, നല്ല തൃശ്ശൂരിൽ ഇങ്ങോട്ട് സംസാരിച്ചേ, നല്ല തൃശ്ശൂർ ഭാഷ നല്ല മലയാളം ഒന്ന് സംസാരിച്ചാൽ മതി എന്ന് പറയണേ. എന്തൊക്കെയാ ഉള്ളതെന്ന് ചോദിക്കുമ്പോൾ അവന് ഉത്തപ്പം അച്ചപ്പം കൊള്ളപ്പം അങ്ങനെ കുറെ അതിന്റെ പേര് പറയാം. അതെ പൊറോട്ട എവിടെ ഇല്ലേന്ന് ചോദിക്കും. ഉണ്ട്. എന്നാ എനിക്കൊരു സെറ്റ് പൊറോട്ട, ഒരു 6 പൊറോട്ട ഇങ്ങോട്ട് എടുത്തോ, പിന്നെ ഒരു ചിക്കൻ പൊരിച്ചതെന്ന് പറയാണ്. അല്ല ഗൗരി നിനക്ക് എന്താ വേണ്ടേ? എനിക്കൊരു പനീർ മസാല മതി എന്ന് പറയാണ്. പനീർ മസാല ദോശ, ശരി ശരി അതിങ്ങോട്ട് എടുത്താൽ മതി എന്ന് പറയാം. അങ്ങനെ നോക്കുമ്പോഴത്തേന് അവിടെ മൊത്തം ക്യാൻഡിൽ ഇരിക്കുന്നുണ്ട്. അല്ല ഗൗരിയെ ഇതെന്താ ഇവിടെ തിരി വെച്ചേക്കണമെന്ന് ചോദിക്കണം.
പെട്ടെന്ന് അയാളൊന്ന് ചിരിച്ചു. അപ്പൊ ഗൗരി പറഞ്ഞു, അതെ ഈ പ്രണയാർദ്രമായിട്ടിരുന്ന് ഫുഡ് കഴിക്കാനായിട്ട് വെച്ചിരിക്കുന്നറിയാം. അന്ന് പറഞ്ഞാലോ ഈ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഇല്ല, ഈ തിരിയൊക്കെ തെളിച്ചു വെച്ചിട്ട് അതിനുള്ളതെന്ന് പറയാം. അന്ന് നമുക്ക് അങ്ങനെ അങ്ങ് തിരി തെളിച്ചിട്ട് ഫുഡ് കഴിച്ചാലോ പ്രണയാദ്രമായിട്ടെന്ന് ചോദിക്കും. അതെ ശങ്കരെ, അതിപ്പോഴല്ല, അത് രാത്രിയിലാന്ന് പറയാം. അതെന്താ രാത്രി മാത്രമാണോ പറ്റുള്ളൂ എന്ന് ചോദിക്കണം. അപ്പൊ വെയിറ്റർ അത് തന്നെ പറഞ്ഞു. അതെന്താടോ രാത്രിയിൽ ഇവിടുത്തെ തിരി തെളിയുവളോ, പകല് തിരി തെളിയല്ലെന്ന് ചോദിക്കണം. അതല്ല സാർ. ഗൗരി പറഞ്ഞു, അത് ശങ്കരെ, രാത്രിയിലാണ് നമ്മൾ തിരിയൊക്കെ തെളിച്ചു വെച്ച് ആഘോഷപൂർവ്വം കഴിക്കുന്നത്. ഇപ്പോഴെങ്ങനെയാ തിരി തെളിച്ചിട്ടുണ്ടെങ്കിൽ സെറ്റ് ആവില്ല എന്ന് പറയണം. ആര് പറഞ്ഞു? ഇത് പകലല്ലേ ശങ്കരൻ ചോദിക്കണം. പകല് നമുക്ക് രാത്രിയാക്കാൻ പറ്റില്ല എന്ന് ചോദിക്കണം. അതെങ്ങനെ? അതൊക്കെ ഉണ്ടെന്ന് ശങ്കർ പറയാണ്. ഇത് കേട്ട് അമ്പരന്ന് നോക്കുവാണ് വെയിറ്ററും ഗൗരി ശങ്കറിനെ. അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കണ്ടേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.